ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്തിതനായവനെ യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്തിതനായവനെ യേശുനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഈശോയെ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരും എന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നവംബർ 2 സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്ന ഒരു ദിവസമാണ്. നവംബർ 1 സകല വിശുദ്ധരെയുമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. തിരുസഭയുടെ പഠനമനുസരിച്ച് വിശുദ്ധാത്മാക്കളെക്കുറിച്ചുള്ള ഓർമ്മ വിജയസഭയെക്കുറിച്ചുള്ള ഓർമ്മയാണ്. നവംബർ 2 മരിച്ചവരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അത് സമരസഭയെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം ഒരു പ്രതീക്ഷയുടെ സുവിശേഷമാണ്, പ്രത്യാശയുടെ വചനമാണ്. ഈശോ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വാക്യങ്ങളിൽ ഒന്നിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ്. ഈശോ പറയുന്നു, ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. മരണം ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മയായും ചിന്തയായുമൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും ചിന്തകളിലും മനസ്സിലും എത്താറുണ്ട്. ക്രിസ്തുവിനോടൊത്ത് നമ്മൾ മരണത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതൊരിക്കലും ഒരു ഭയത്തിൻ്റെയോ ഇഷ്ടക്കേടിൻ്റെയോ വിഷയമല്ല. പിന്നെയോ അത് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ചിന്തകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്.
ഈശോ മരണത്തെക്കുറിച്ച് പറയുന്നത് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്നാണ്. ഉയർപ്പിനെക്കുറിച്ചും ഉയർപ്പിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും മനോഹരമായിട്ടുള്ള ചിന്തകൾ ഈ സുവിശേഷം നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പല പ്രിയപ്പെട്ടവരുടെയും മരണമാണ്. ഇമയനക്കാതെ, ചുണ്ടനക്കാതെ, ഒന്നും ഉരിയാടാതെ ശവമഞ്ചത്തിൽ കിടക്കുന്ന വ്യക്തികളെ നമ്മൾ ഒത്തിരിയേറെ കണ്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് ജന്മം നൽകിയവരുണ്ടാകാം. നമ്മുടെ കൂടപ്പിറപ്പുകളും നമ്മളുടെ ഏറ്റവും അധികം അടുത്തു നിന്നവരുമൊക്കെ മരണത്തിലൂടെ വേർപെട്ടു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാ കാലങ്ങളിലും മരണം ഒരു വലിയ സമസ്യയാണ്, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. മനുഷ്യൻ പലപ്പോഴും തോറ്റുപോയിട്ടുള്ളത് ഈ മരണത്തിന് മുമ്പിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിപ്പിക്കാതെ മരണത്തെ നേരിട്ടവനാണ് നമ്മുടെ ക്രിസ്തുവെന്ന് നാം തിരിച്ചറിയുക. ഈശോ മരണത്തെ പോലും തോൽപ്പിച്ചവനാണ്. നമുക്ക് ഈശോയുടെ മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ എത്ര ലളിതമായിട്ടാണ് ഈശോ മരണത്തിലേക്ക് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. കാൽവരിയുടെ നെറുകയിൽ കുത്തിനാട്ടപ്പെട്ട ആ കുരിശിൻ്റെ മുകളിൽ ഈശോ കിടക്കുന്നത് നമ്മൾ ഒത്തിരിയേറെ തവണ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. അവിടെ ഈശോയെ നമ്മൾ കാണുമ്പോൾ മരണത്തിലേക്ക് ഓരോ പടി കടന്നു ചെല്ലുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കടങ്ങളും വീട്ടിയിട്ടാണ് ഈശോ മരണത്തിലേക്ക് എത്തുന്നത്. സ്വന്തമായിട്ടുണ്ടായിരുന്ന അമ്മയെ കരം പിടിച്ച് ശിഷ്യനെ ഏൽപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള രംഗം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയെ ഈ ശിഷ്യന് കൈമാറുകയാണ്. അതിനു മുൻപായി എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ടാണ് ഈശോ കുരിശുമരത്തിലേക്കും മരണത്തിലേക്കും കയറുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഈശോ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ഉരുവിട്ടത് സങ്കീർത്തനങ്ങളായിരുന്നുവെന്ന് നമ്മൾ വായിക്കുമ്പോൾ തിരിച്ചറിയുന്നു. ഏറ്റവും ഒടുവിലായി എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ മരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്ര സുന്ദരമായി, അത്ര ലളിതമായി മരിക്കാൻ ഈശോയ്ക്ക് മാത്രമേ കഴിയൂവെന്ന് നാം തിരിച്ചറിയണം. എല്ലാം പൂർത്തിയാക്കി പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഈശോ മരിക്കുന്നത്. അതുപോലൊരു മരണമാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതെന്ന് ഈ സുദിനത്തിൽ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. പ്രിയമുള്ളവർ, ഈശോ മരണത്തെക്കുറിച്ച് പറഞ്ഞ മനോഹരമായിട്ടുള്ള ചിന്തകൾ പങ്കുവയ്ക്കപ്പെടുകയാണ്. ഈശോ പറഞ്ഞു, മരണം ഒരു ഉറക്കമാണ്. നമ്മൾ കാണുന്നത് അത് മരിച്ച ബാലികയെ ഉയർപ്പിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഒരു രംഗത്തിലാണ്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും സ്നേഹം നുകർന്ന് വളർന്നു വന്ന ആ പെൺകുട്ടി ഒരു രോഗം മൂലം മരണത്തിലേക്ക് വഴുതി മാറുമ്പോൾ ഈശോ അവിടെ എത്തിപ്പെടുന്നുണ്ട്. എല്ലാവരും നിലവിളിക്കുകയും ഉറക്കെ കരയുകയും ചെയ്യുമ്പോൾ ഈശോ പറയുന്നു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. മരണത്തെ ഒരു ഉറക്കമായിട്ടാണ് ഈശോ വിശേഷിപ്പിക്കുന്നത്. ലാസറിൻ്റെ ശവകുടീരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈശോ പറയുന്നുണ്ട്, ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. ഒന്നും അറിയാത്ത ശിഷ്യർ ഈശോയോട് പറയുന്നു, കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ എഴുന്നേറ്റുകൊള്ളും. ഈശോ പറഞ്ഞത് അവൻ്റെ മരണത്തെക്കുറിച്ചാണ്. മരണത്തെ ഉറക്കമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ഈശോ. പ്രിയമുള്ളവരെ, ഓരോ ഉറക്കത്തിൻ്റെയും ലക്ഷ്യം എന്താണ്? എന്നേക്കുമായി ഉറങ്ങാനല്ലല്ലോ നമ്മൾ ആരും ഉറങ്ങാൻ കിടക്കുന്നത്. അത് പുലരിയിൽ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കാനാണ്. പ്രതീക്ഷകളെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പുലരിയെയും നമ്മൾ വരവേൽക്കുന്നത്. മരണമൊരു ഉറക്കമാണെങ്കിൽ അത് ഉണർന്നെഴുന്നേൽക്കാനുള്ള ഉറക്കമാണ്. ആരോടൊപ്പമാണ് നമ്മൾ ഉണർന്നെഴുന്നേൽക്കുന്നത്? അത് തീർച്ചയായിട്ടും നമുക്ക് മുമ്പേ മരണത്തെ കണ്ടുമുട്ടിയ, നമുക്ക് മുമ്പേ ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടിയുള്ള ഒരു ഉണർന്നെഴുന്നേൽക്കലാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. മരണത്തോടെ തീരുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ ഒരു ഓർമ്മയാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ചിന്തയായി മാറേണ്ടത്.
അതോടൊപ്പം തന്നെ മരണം ഒരു വാതിലാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം. നിത്യതയിലേക്കുള്ള ഒരു വാതിലാണ്. വരുംകാല ജീവിതത്തിലേക്കുള്ള യാത്രയാണ് മരണമെന്ന് നമ്മൾ ഓർമ്മിച്ചെടുക്കുമ്പോൾ ഈ സുന്ദരമായിട്ടുള്ള ജീവിതത്തെ അതിൻ്റെ ഏറ്റവും മനോഹാരിതയിൽ ജീവിച്ചു തീർക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. അഴിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് പുതുനാമ്പുകൾ അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത്. ആ പുതുനാമ്പുകളിൽ നിന്നാണ് ഒത്തിരിയേറെ ഫലങ്ങൾ രൂപം കൊള്ളുന്നത്, ധാന്യം ഉണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം മരണത്തിലേക്കും അവിടെ നിന്ന് ഉത്ഥാനത്തിലേക്കും ഉയർപ്പിലേക്കുമുള്ള യാത്രയാണെന്ന് ഈ സുന്ദരമായിട്ടുള്ള സുദിനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സകല മരിച്ചവരെയും ഓർക്കുന്ന ഈ പുണ്യപ്പെട്ട സുദിനത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ചാണ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെക്കുറിച്ചാണ്. ഞാൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അതെൻ്റെ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമാക്കി വരുംകാല ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയുമ്പോഴാണ് ഈ ജീവിതത്തെ സുന്ദരമാക്കാൻ കഴിയുക. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു, നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, നിങ്ങൾ എന്നെ കാണാൻ വന്നു എന്നൊക്കെ അവസാന വിധിനാളിലെ സുവിശേഷ വാക്യങ്ങൾ നമുക്ക് ഓർമ്മിച്ചെടുക്കാം. ഈ പാവപ്പെട്ട മനുഷ്യര്, കാണപ്പെടുന്ന ഓരോ മനുഷ്യരെ അവരെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുമ്പോൾ, അവരെ ക്രിസ്തുവായി കാണുമ്പോൾ നമ്മൾ കാണുന്നത്, നമ്മൾ എത്തി നിൽക്കുന്നത് ക്രിസ്തുവിനോടൊത്തുള്ള ജീവിതത്തിലാണെന്ന് നമ്മൾ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്ത ആകാശത്തോളം ഉയരണം എന്നുള്ളതാണ്. അവിടുത്തോളം എത്തണമെന്ന തിരക്കിൽ ഈ ഭൂമിയിലെ സ്നേഹകാര്യങ്ങൾക്ക് നമ്മൾ പലപ്പോഴും വില കൽപ്പിക്കാറില്ല. എന്നാൽ ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരെ കണ്ട്, കൂടെയുള്ളവരെ സ്നേഹിച്ച്, കൂടെയുള്ളവർക്ക് നന്മ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ യാത്രയും നമ്മുടെ നിത്യജീവനും നമുക്കുറപ്പുള്ള ഒരു കാര്യമായി മാറ്റപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയവരെ നമുക്ക് ഈ ദിവസത്തിൽ ഓർക്കാം. അതിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടായിരിക്കാം, നമ്മളോട് ഏറ്റവും അടുത്തു നിന്നവരുണ്ടായിരിക്കാം, ഒന്നുകൂടെ കാണണമെന്നും കണ്ടു കൊതി തീർന്നിട്ടില്ലെന്നും നമ്മൾ വിചാരിച്ചവരുണ്ടായിരിക്കാം. അവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഹരമായിട്ടുള്ള സുദിനമാണിത്. മരണം മൂലം വേർപിരിഞ്ഞു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സുദിനത്തിൽ ഓർക്കാം. ഈ വിശുദ്ധ കുർബാനയുടെ നമ്മൾ മുമ്പിലായിരിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് ഹൃദയം കൊണ്ട് ആഗ്രഹത്തോടെ ഏറ്റുപറയാം. നമ്മുടെ ജീവിതം ഇവിടെ തീരാനുള്ളതല്ല, നിത്യതയെ പുലുകാനും നിത്യമായ ജീവിതത്തെ സ്വപ്നം കാണാനുമുള്ളതാണെന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, ഞാനാകുന്നു പുനരുദ്ധാനവും ജീവനും. എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരിച്ചുപോയവരൊക്കെയും ഇപ്പോഴും ജീവിക്കുന്നവരാണ് ക്രിസ്തുവിനോട് കൂടെ എന്ന് നമുക്ക് മറക്കാതിരിക്കാം. ഈ ആരാധനയുടെ വേളയിൽ കർത്താവ് നമുക്ക് ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്മകൾക്കും നമുക്ക് നന്ദി പറയാം. ജീവിതം ദൈവം സമ്മാനിച്ചതാണ്. വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് ചോദിക്കുന്നു, എല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലേ? ദാനമല്ല എന്ന മട്ടിൽ നീ അഹങ്കരിക്കുന്നത് എന്തിന്? ജീവിതത്തിൽ ലഭിച്ചതും നേടിയെടുത്തതും കണ്ണിൽ കണ്ടതും സ്വപ്നം കണ്ടതുമൊക്കെ ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്കായിരിക്കാം. കർത്താവിൻ്റെ തിരുമുമ്പിൽ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓർമ്മകളെ നമുക്ക് സ്വന്തമാക്കാം. മരണത്തെ ജയിച്ചവൻ, മരണത്തെ കീഴടക്കിയവൻ, മരണത്തിനും അപ്പുറം ജീവിതമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചവൻ, ഇരുളിനപ്പുറം പുലരിയുണ്ടെന്ന് നമുക്ക് ഓതി തന്നവൻ, അവനാണല്ലോ ക്രിസ്തു. അവനാണല്ലോ നമ്മളോടൊപ്പമുള്ളത്. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത്
തിബേരിയാസ് കടൽ തീരത്ത് ഒരു പ്രഭാതത്തിൽ അവൻ വന്നു നിൽക്കുന്നു. കരയിൽ ചുട്ടപ്പവും മീനുമായി അവൻ കാത്തു നിൽക്കുകയാണ്. എൻ്റെ ക്രിസ്തു അങ്ങനെയാണ്. എല്ലാം തീർന്നുവെന്ന് കരുതുന്നിടത്ത് പുലരിയുടെ ഒരു പ്രഭാതം അവൻ നമുക്ക് സമ്മാനിക്കും. പ്രത്യാശയുടെ ഒരു കിരണം നമ്മുടെ ജീവിതത്തിൽ അവൻ ചൊരിയും. എല്ലാം അവസാനിച്ചിട്ടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കും. എല്ലാ വാതിലുകളും അടയുമ്പോൾ നമുക്കായി അവനൊരു വാതിൽ തുറക്കും. ആ ഈശോയിലേക്ക്, വാതിലായ ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം. ഉദ്ധാനം ചെയ്തവനെ, ഞങ്ങൾക്ക് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉദ്ധാനം ചെയ്തവനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടി ആരാധിക്കാം. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയിലേക്ക് നോക്കി നമുക്ക് ആരാധിക്കാം. മരണത്തെ ജയിച്ചവനെ ആരാധിക്കാം. ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഉദ്ധിതനായവനെ അങ്ങേക്ക് ആരാധന. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ അങ്ങേക്ക് ആരാധന. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. കുരിശിൽ മരിച്ചവനെ അങ്ങേക്ക് ആരാധന. കുരിശിൽ മരിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. പീഡനമേറ്റവനെ അങ്ങേക്ക് ആരാധന. പീഡനമേറ്റവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ പുൽകിയവനെ അങ്ങേക്ക് ആരാധന. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഈശോയോടൊപ്പമാകാൻ, ഈശോയോട് ചേരാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? വചനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുക്കലെത്തി. എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാകാൻ ഞാൻ പ്രിയപ്പെട്ടതെന്ന് കരുതുന്നതിനെ ഉപേക്ഷിക്കണം. അതൊരു പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളാകാം, താല്പര്യങ്ങളാകാം, ബന്ധങ്ങളാകാം, നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാകാം, സ്വഭാവ സവിശേഷതകളാകാം. ഈശോയെ, അങ്ങേക്കിണങ്ങാത്തതും അങ്ങേക്ക് ചേരാത്തതുമായ എല്ലാം ഞങ്ങളിതാ ഉപേക്ഷിക്കുന്നുവെന്ന് നമുക്ക് ഏറ്റുപറയാം. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ലല്ലോ നമ്മൾ. കാരണം നമ്മുടെ ജീവിതം നിത്യജീവനെക്കുറിച്ചുള്ള ചിന്തകളാൽ സമ്പന്നമാണ്. മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. നമുക്കൊരു പുതിയ സൃഷ്ടിയാകാം. ഈശോയോടൊപ്പമായിരിക്കുന്ന പുതിയ ജീവനുള്ള, നിത്യജീവൻ പ്രാപിച്ച ഒരു ജീവിതമാക്കി നമുക്ക് മാറാം.
നമ്മുടെ കുറവുകളെയും നമ്മുടെ പോരായ്മകളെയും കർത്താവിൻ്റെ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് ഒരിക്കൽ കൂടി നമുക്ക് ആരാധിക്കാം. ഉദ്ധിതനെ, മരണത്തെ ജയിച്ചവനെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മർത്തായുടെ അരികിലെത്തിയ ഈശോ പറഞ്ഞു, ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈയൊരു ഉറപ്പ് നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ മറന്നുപോകാത്ത വചനമായി നമുക്കിതിനെ സ്വീകരിക്കാം. മരണത്തോടെ തീരുന്നതല്ല നമ്മുടെ ജീവിതമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന് വേണ്ട കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സുദിനത്തിൽ ഓർക്കാം. വളരെ പ്രത്യേകമായി മരണം മൂലം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കല്ലറകളിൽ ഒരു തിരി കത്തിക്കുവാനോ ഒരു പൂക്കൾ അർപ്പിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ലായിരിക്കാം. മനസ്സുകൊണ്ട് ഒരു തിരി കത്തിക്കാം, ഹൃദയം കൊണ്ട് പൂക്കൾ അർപ്പിക്കാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, ഉദ്ധിതനായവനെ, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ളവർ മരിച്ചുപോയവരെ ഓർക്കുന്ന ഈ നിമിഷത്തിൽ അവർക്കെല്ലാം നിത്യഭാഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുനരുത്ഥാനവും ജീവനുമായവനെ, നിത്യതയെക്കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളിൽ നിറയ്ക്കണമേ. ആ ചിന്തകളിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോർ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ, മരണമടഞ്ഞോർ കാനന്ദത്തിൻ പരമകവാടം തുറക്കണമേ. മരണത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. നമുക്ക് ഏറ്റവും ഉറപ്പുള്ള കാര്യം നമ്മൾ മരിക്കും എന്നുള്ളതാണ്. ഓരോ ദിവസവും മരണത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തെ സുന്ദരമാക്കിക്കൊണ്ട് വേണ്ടേ മരണത്തിലേക്ക് നമ്മൾ നടന്നെടുക്കാൻ? ഓരോ ദിവസവും അതിനുള്ള ഒരുക്കമായി മാറേണ്ടേ? കർത്താവേ, അങ്ങ് ഗെത്സമൻ തോട്ടത്തിൽ പ്രാർത്ഥനയോടെ കഴിഞ്ഞത് തൻ്റെ മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിലായിരുന്നല്ലോ. അതുപോലെ ഒരുങ്ങി മരിക്കാൻ, മരണത്തെ കാത്തിരിക്കാൻ, മരണത്തെ പുണരാൻ കർത്താവേ
അതിനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ നിമിഷം അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളും ഞങ്ങൾ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയുടെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന.